അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും ഖബൂലാക്കി തരുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നും ഖബൂലാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിശുദ്ധമായ ഈ ഷിഫാഇന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് കാരണം ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ പറയുന്ന ഓരോ അമലുകൾ സ്വീകരിക്കുന്നതിന്റെ പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വതആല സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി സന്തോഷമുള്ള ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് സന്തോഷത്തോടെ താമസിക്കാൻ വേണ്ടി അല്ലാഹു നമുക്ക് ഭവനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് സുഗമമായി ജീവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആഫിയത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കാൻ വേണ്ടി, നമുക്ക് കണ്ണിന് ഒരു കുളിർമയാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മക്കളെ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ആദരിച്ചപ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസമാണ്, നമുക്ക് ആദ്യമായി ഒരു വാഹനം ഇല്ല എങ്കിൽ നമുക്ക് വലിയ പ്രയാസമുണ്ടാകൂല. നമ്മൾ ആദ്യമായി ജീവിതത്തിൽ നമ്മൾ ഒരു സ്വന്തമായ വീട്ടിൽ താമസിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകൂല. നമ്മൾ ആദ്യമായി അന്ധനാണെങ്കിൽ, കണ്ണ് കാണാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകൂല. പക്ഷേ അല്ലാഹു നൽകിയ നിഅമത്തുകൾ, അല്ലാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു പെട്ടെന്നങ്ങ് എടുത്തു കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വേദനകൾ അത് വളരെ വലുതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനെ വല്ലാതെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അതല്ലാഹു അങ്ങ് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വല്ലാതെ വിഷമങ്ങൾ അനുഭവിക്കാറുണ്ട്. സാമ്പത്തികമായി ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ സമ്പത്തില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാ ബിസിനസ്സുകളും സാമ്രാജ്യങ്ങളും എല്ലാം തകർന്നടിഞ്ഞുകൊണ്ട് ഒരു ദാരിദ്ര്യനായി കഴിഞ്ഞാൽ പിന്നീട് അവന് ജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും. ഇങ്ങനെ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിൽക്കാനും അതുപോലെ തന്നെ അല്ലാഹു നൽകിയ സകല നിഅമത്തുകളിൽ ബറക്കത്ത് ലഭിക്കാനും അതിലും ഉപരി അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകളിൽ അല്ലാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ മജ്ലിസിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ അമല് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന സകല ആഫത്ത് ബലാ മുസീബത്തുകൾ നമ്മിൽ നിന്ന് നീങ്ങിക്കിട്ടാനും 70 തവണ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ നമ്മൾ 70 തവണ നമ്മൾ പതിവാക്കുക. ഒരു ദിവസത്തിൽ നമ്മൾ 70 തവണ നമ്മൾ ഇത് പതിവാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന സകല ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമുക്ക് ഹിഫ്ള് നൽകും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ സന്താനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വലിയ ഒരു അപകടത്തിൽ നമ്മൾ പെട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, മാരകമായ വല്ല രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തളർന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് വരുന്ന ആഫത്ത് ബലാ മുസീബത്തുകൾ
നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈമാൻ കുറഞ്ഞ സാധാരണക്കാരായ നമ്മുടെ കൽബ്, നമ്മുടെ ജീവിതം അതെല്ലാം താളം തെറ്റും. അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആഫത്ത്, ബലാ, മുസീബത്തുകളിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം ലഭിക്കാൻ, നമുക്കൊരു ഹിഫ്ള് ലഭിക്കാൻ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഈ ദിക്ർ 70 തവണ നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ആഫത്ത്, ബലാ, മുസീബത്തുകളിൽ നിന്ന് ഈ ഷിഫാഇന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ എന്ത് അമല് സ്വീകരിക്കുന്ന സമയത്തും അതിന്റെ ആദ്യത്തിൽ ഒരു 7 ഫാത്തിഹ നമ്മൾ ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മശായിഖന്മാരുടെ, ഈ മുഖറബീങ്ങളായ മലക്കുകളുടെ ഒരു ഫളല് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകല പ്രയാസങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കും അല്ലാഹു നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ. അതുപോലെ എപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ പല ആളുകളും ഫോണിലൂടെ ബന്ധപ്പെടുന്നുണ്ട്. പല ആളുകളുടെ ഫോണുകളും നമുക്ക് എടുക്കാൻ കഴിയാതെ വരാറുണ്ട്. ഒരുപാട് പരിപാടികളും അതുപോലെ തന്നെ ദീനീ ഖിദ്മത്തിലായി നടക്കുന്ന സമയത്ത് പലപ്പോഴും തിരക്കുകൾക്കിടയിൽ പെട്ടുപോകുന്ന സമയത്ത് ഫോണുകൾ എടുക്കാൻ സാധിക്കാറില്ല. ആരും വിഷമം വിചാരിക്കരുത്. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നേരിട്ട് വന്ന് കാണാനുള്ള അവസരമുണ്ടാകും. ഇൻഷാ അല്ലാഹ് ആ ബുക്കിങ്ങിന് വേണ്ടി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന്റെ ശേഷം നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.